ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും അറിയുന്ന ക്രിസ്തുമതം ശരിക്കും യേശു പഠിപ്പിച്ചത് തന്നെയാണോ? ഒന്നാലോചിച്ച് നോക്കൂ. യേശുവിന്റെ യഥാർത്ഥ സന്ദേശത്തെ ആരോ മനഃപൂർവ്വം മാറ്റിമറിച്ചു എന്നൊരു വാദമുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണത് ചെയ്തത്? എന്തായിരുന്നു ആ ഒറിജിനൽ മെസ്സേജ്? വരൂ, ഈ സോഴ്സ് പറയുന്ന ആ രഹസ്യ ചരിത്രത്തിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. എന്താലേ, എനിക്ക് യോഗ്യരായവർക്ക് ഞാൻ എന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെതാണെന്ന് പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. എന്തായിരിക്കും ആ രഹസ്യങ്ങൾ? സാധാരണ വിശ്വാസികളിൽ നിന്ന് എന്തോ ഒന്നും മറച്ചുവെച്ചിരുന്നോ? അതെന്തായിരിക്കാം? അപ്പോ നമ്മൾ ചോദിച്ച ആ വലിയ ചോദ്യം, യഥാർത്ഥത്തിൽ യേശുവിന്റെ മതത്തെ ആരാണ് റാഞ്ചിയത്? ഇപ്പോഴത്തെ ക്രിസ്ത്യാനിറ്റി യേശു പഠിപ്പിച്ചതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിൽ ആ മാറ്റത്തിന് പിന്നിൽ ആരായിരുന്നു? ഈ വിശകലനത്തിന്റെ മുഴുവൻ ഫോക്കസും ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ്. ഓക്കെ, അപ്പോൾ ഈയൊരു വാദം നമുക്കൊരു 4 ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പൗലോസിനെതിരെയുള്ള ആരോപണങ്ങളാണ്. ക്രിസ്തുമതത്തെ വഴിതെറ്റിച്ചത് പൗലോസാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ യേശുവിന്റെ ജീവിതത്തിലെ ലോസ്റ്റ് ഇയേഴ്സ്, അതായത് അധികമാർക്കും അറിയാത്ത ആ കാലഘട്ടത്തിലേക്ക് പോകും. ഏറ്റവും ഒടുവിൽ ഇന്നുവരെ മറഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ട് ബ്ലഡ് ലൈൻ്റെ കഥയും നമ്മൾ പരിശോധിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ കഥയിലെ പ്രധാന വില്ലനായി ഈ സോഴ്സ് കാണുന്നത് പൗലോസിനെയാണ്. ടാർസസിലെ ശൗരെന്നായിരുന്നു പഴയ പേര്. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം യേശുവിനെ നേരിട്ട് കണ്ടിട്ടേയില്ല. എന്നിട്ടും എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും പവർഫുള്ളായ ആളായി പൗലോസ് മാറിയത്? അതാണ് ചോദ്യം. പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. സത്യത്തിൽ തുടക്കത്തിൽ പൗലോസ് ക്രിസ്ത്യാനികളെ വേട്ടയാടി നടന്ന ഒരാളായിരുന്നു, ഒരു ഫരിസയൻ. ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് ഇയാൾ സമ്മതം കൊടുത്തു എന്നുവരെ പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ദമാസ്കസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വെളിപാടുണ്ടായി. താൻ യേശുവിന്റെ പുതിയ അപ്പോസ്തലനാണ് എന്നൊക്കെ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതൊന്ന് നോക്കിക്കേ. ഇതാണ് ഈ വാദത്തിലെ ഏറ്റവും വലിയ പോയിന്റ്. നിയമത്തെക്കുറിച്ച് യേശു പറഞ്ഞതും പൗലോസ് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഞാൻ നിയമത്തെ നശിപ്പിക്കാനല്ല, പൂർത്തിയാക്കാനാണ് വന്നത് എന്ന് യേശു പറയുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണെന്ന്. നേരെ ഓപ്പോസിറ്റ്. ഇത് തന്നെയാണ് പൗലോസിനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമാത്രമല്ല, വൈരുദ്ധ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഭരണാധികാരികളോടുള്ള നിലപാട്, പള്ളിയിൽ സ്ത്രീകളുടെ സ്ഥാനം, പിന്നെ ഈ ബ്രഹ്മചര്യം. ഇതൊന്നും യേശു പറഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യങ്ങളാണ്. രക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ യേശു ഇടുങ്ങിയ വാതിലിനെപ്പറ്റി പറയുമ്പോൾ പൗലോസ് ഒരു വിശാലമായ കവാടത്തെക്കുറിച്ചാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും പൗലോസിന്റെ ടീച്ചിങ്സ് യേശു പറഞ്ഞതിൽ നിന്ന് നേരെ തിരിച്ചാണെന്നാണ് ഈ വാദം. ഈ വ്യാഖ്യാനത്തിൽ പൗലോസിനെ എത്ര മോശമായാണ് കാണുന്നത് എന്നറിയാൻ ഈയൊരു ഉദ്ധരണി കേട്ടാൽ മതി. യേശുവിനെ ദ്രോഹിച്ച 2 പിശാചുക്കൾ, അതിലൊരാൾ പൗലോസായിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ചുരുക്കത്തിൽ പൗലോസിനെതിരെയുള്ള കേസ് ഇതാണ്. അയാൾ യേശുവിന്റെ സന്ദേശം ഹൈജാക്ക് ചെയ്തു. എന്നിട്ട് ഒറിജിനൽ ക്രിസ്ത്യാനിറ്റിയെ ഉള്ളിൽ നിന്ന് നശിപ്പിച്ച് സ്വന്തമായിട്ടൊരു പുതിയ മതം തുടങ്ങി. ശരി, പൗലോസിന്റെ വേർഷനാണ് തെറ്റെങ്കിൽ പിന്നെന്താണ് ശരിയായ കഥ? എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? അപ്പോ പൗലോസിന്റെ കഥ അവിടെ നിൽക്കട്ടെ. നമുക്ക് യഥാർത്ഥ കഥയിലേക്ക് വരാം. ഈ സോഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത് വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. യേശു കുരിശിൽ മരിച്ചില്ല എന്ന്. അതെ, കുരിശുമരണത്തെ അതിജീവിച്ച യേശുവിന്റെ, ജീവിക്കുന്ന യേശുവിന്റെ ആരും കേൾക്കാത്ത കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ കഥയിലെ ഏറ്റവും വലിയ ക്ലൂ ഈ പേരിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ദിദിമോസ് യൂദാസ് തോമസ്. ഇതിലെ ദിദിമോസ് ഒരു ഗ്രീക്ക് വാക്കാണ്, തോമസ് അറമായ വാക്കും. രണ്ടിനും ഒരേ അർത്ഥമാണ്, ഇരട്ട അല്ലെങ്കിൽ ട്വിൻ. അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? യേശു ഒരു ഇരട്ട എന്ന പുതിയ ഐഡന്റിറ്റിയിൽ പുതിയൊരു ജീവിതം തുടങ്ങി എന്നതിൻ്റെ സൂചനയാണിതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ യൂദാസ് തോമസ് എന്ന പുതിയ പേരിൽ യേശു തന്റെ ദൗത്യം തുടരുകയാണ്. ഇദ്ദേഹം നേരെ മെസപ്പൊട്ടേമിയയിലേക്ക് പോകുന്നു. അവിടത്തെ ഒഡേസ എന്ന സ്ഥലത്തെ രാജാവിന് ഒരു അസുഖമുണ്ടായിരുന്നു. അത്ഭുതകരമായി ആ അസുഖം ഭേദമാക്കുന്നു. ഒടുവിൽ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളികളിലൊന്ന് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഈ കഥ. അപ്പോൾ യൂദാസ് തോമസിന്റെ കൂടെ എപ്പോഴും ഒരാളുണ്ടായിരുന്നു. വിശുദ്ധ മാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നിഗൂഢനായ ശിഷ്യൻ. പക്ഷേ ആരായിരുന്നു ഈ മാരി? ഈ ചോദ്യമാണ് നമ്മളെ അടുത്ത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലേക്ക് കൊണ്ടുപോകുന്നത്. തോമസിന്റെ സുവിശേഷത്തിൽ ഭയങ്കര വിചിത്രമായ ഒരു ഭാഗമുണ്ട്. നോക്കൂ, അവളെ പുരുഷനാക്കാൻ ഞാൻ അവളെ നയിക്കും. യേശു മഗ്ദലന മറിയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതായാണതിലുള്ളത്. എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? സ്ത്രീകൾ പുരുഷനായി മാറുകയോ? ഇതിന് ഈ സോഴ്സ് കൊടുക്കുന്ന വ്യാഖ്യാനം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയാണെങ്കിൽ ആ നിഗൂഢനായ ശിഷ്യൻ മാരി എന്നത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ മഗ്ദലന മറിയം തന്നെയായിരുന്നു. ഈ വാദമനുസരിച്ച് അവരൊരു പുരുഷന്റെ ഐഡന്റിറ്റി സ്വീകരിച്ച് വേഷം മാറി യേശുവിന്റെ കൂടെ ആ 2ാം ദൗത്യത്തിൽ
പങ്കാളിയായി. ഓക്കെ, ഇതുവരെ കേട്ടതൊക്കെ നിങ്ങളെ ഞെട്ടിച്ചെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റാണ്. യേശുവും മറിയവും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം, അവരുടെ പിന്തുടർച്ച, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സ്വകാര്യ ജീവിതത്തിൽ മാരി ഒരു ശിഷ്യൻ മാത്രമായിരുന്നില്ല, പ്രവാചകന്റെ ഭാര്യ കൂടിയായിരുന്നു. യെസ്, യേശുവും മഗ്ദലേന മറിയവും വിവാഹിതരായിരുന്നു എന്നാണ് ഈ സോഴ്സ് പറയുന്നത്. അവർക്ക് മണി എന്നു പേരുള്ളൊരു മകനുമുണ്ടായിരുന്നു. യേശുവിന്റെ യഥാർത്ഥ ആത്മീയ പാരമ്പര്യം കിട്ടേണ്ടിയിരുന്നത് ആ മകനായിരുന്നു. അപ്പോൾ എന്തായിരുന്നു യേശുവിന്റെ ആ യഥാർത്ഥ രഹസ്യ പഠിപ്പിക്കലുകൾ? ഈ ലോകമെന്നത് പ്രകാശവും ഇരുട്ടും തമ്മിലുള്ളൊരു യുദ്ധമാണെന്നുള്ള ചിന്ത, ആത്മാവിന് പുനർജന്മമുണ്ടെന്നുള്ള വിശ്വാസം, കുരിശ് എന്നത് ശരിക്കുള്ളൊരു പുനരുദ്ധാനമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ പ്രതീകമാണെന്നുള്ള ആശയം, ഇതൊക്കെയായിരുന്നു ആ രഹസ്യങ്ങൾ. പൗലോസിന്റെ ക്രിസ്ത്യാനിറ്റിയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ കാര്യങ്ങളെല്ലാം മകൻ മണിയിലൂടെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നൂറ്റാണ്ടുകളോളം ഈ കഥയൊക്കെ മണ്ണിനടിയിൽ മറഞ്ഞുകിടന്നു. പക്ഷേ 1945 എല്ലാം മാറിമറിഞ്ഞു. എന്താണ് ആ വർഷം സംഭവിച്ചത് എന്നല്ലേ? 1945 ഈജിപ്തിലെ നാഗ് ഹമ്മാദി എന്ന സ്ഥലത്ത് ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുരാതന രേഖകളുടെ ഒരു നിധി തന്നെ കണ്ടെത്തി. കൂട്ടത്തിൽ തോമസിന്റെ സുവിശേഷം പോലെയുള്ള നൂറ്റാണ്ടുകളായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല ഗ്രന്ഥങ്ങളുമുണ്ടായിരുന്നു. പൗലോസിന്റെ ക്രിസ്ത്യാനിറ്റി അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ രഹസ്യ പഠിപ്പിക്കലുകൾ അങ്ങനെ വീണ്ടും വെളിച്ചം കണ്ടു. ഈ വിശകലനം നമ്മളെക്കൊണ്ടെത്തിക്കുന്നത് ഒരു പ്രവചനത്തിലേക്കാണ്. ഭാവിയിൽ അന്ത്യോക്യയിലെ ഒരു ഗുഹയിൽ നിന്ന് ഒരാൾ ദൈവത്തിന്റെ യഥാർത്ഥ ഗ്രന്ഥങ്ങൾ വീണ്ടെടുക്കും എന്നൊരു പ്രവചനം. ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. നമ്മളിപ്പോൾ അറിഞ്ഞതൊക്കെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണോ? ഇനിയും എത്രയെത്ര രഹസ്യങ്ങൾ പുറത്തുവരാനിരിക്കുന്നുണ്ടാവാം.